ഹായ് ബഡീസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഞാനിന്ന് കാണിച്ചു തരുന്നത് ഒരു കാറിൻ്റെ ക്യാബിൻ ഫിൽറ്റർ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ളതാണ്. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സിമ്പിളാണ്. നമ്മുടെ ഡാഷ്ബോർഡിൽ സ്റ്റോറേജ് സ്പേസിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഇത് വരുന്നത്. ചില വണ്ടികൾക്ക് സ്റ്റിയറിങ്ങിൻ്റെ അടിഭാഗത്തായിട്ട് വരും. അത് ഊരണമെന്നുണ്ടെങ്കിൽ ക്യാബിൻ സ്റ്റോറേജ് ഫേസിൻ്റെ ഒരു രണ്ട് സൈഡിലായി രണ്ട് റബ്ബർ ബുഷുണ്ട്. അതൊന്ന് ഊരി കഴിയുമ്പം ഇതിനകത്ത് ഇതൊരു ചെറിയൊരു അതിൻ്റെ ഡോറ് കാണാം. ആ ഡോറ് ക്ലിപ്പാണ്. അത് ഒന്ന് അകത്തി കഴിഞ്ഞാൽ അത് ഊരിപ്പോരും. അത് ഊരി കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഫിൽറ്റർ പുറത്തേക്ക് എടുക്കാൻ സാധിക്കും. ഈ ഫിൽറ്റർ നോക്കി അറിയാൻ നല്ല കച്ചറയാണ്. ഇതുകൊണ്ട് നമുക്ക് എയറിൻ്റെ ഫ്ലോ കുറയും. അതായത് AC ഇട്ട് കഴിയുമ്പം തണുപ്പ് കാറ്റിൻ്റെ കുറവാണ് ഇത് അടഞ്ഞിരിക്കുന്നതുകൊണ്ട്. അത് മാത്രമല്ല, ഇത് തണുത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് കാറിനകം മുഴുവൻ സ്മെല്ലായിരിക്കും. അതുകൊണ്ട് ഇത് ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യുകയോ അല്ലെങ്കിൽ മാറ്റി കൊടുക്കുന്നതോ നമുക്ക് നല്ലതാണ്. അത് കഴിഞ്ഞത് രണ്ടാമത് നമ്മൾ പുതിയത് ഇടുമ്പം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ഒരു പൊസിഷനുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഡോറ് വെച്ച് അടച്ചു കഴിയുമ്പോഴത്തേന് ഫിൽറ്റർ അങ്ങ് പ്രസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് നോക്കി ഇടുക എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇത് മാറുന്നത് ഏറ്റവും നല്ലതാണ്. നമുക്ക് പൊടി പിടിച്ചിരിക്കുന്നത് ഇത് മൊത്തം ബ്ലോക്കായിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് എയറിൻ്റെ ഫ്ലോ കുറവായിരിക്കും. അതുകൊണ്ട് ഇത് ഇടയ്ക്കും മുട്ടിന് നമുക്കൊന്ന് മാറ്റി കൊടുക്കുക. അത് കഴിഞ്ഞാൽ കവറൊക്കെ ചുമ്മാ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. അല്ലാതെ നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ പോലും ആവശ്യമില്ല. ഇതിന് സിമ്പിളായിട്ട് നമുക്ക് ഊരി മാറാനുള്ളതേ ഉള്ളൂ. ഒന്ന് നല്ലോണം ശ്രദ്ധിച്ച് നോക്കിയാൽ ആർക്കും ഊരി മാറാനുള്ളതേ ഉള്ളൂ. ഇത് ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് പോകേണ്ടതോ അല്ലെങ്കിൽ വേറെ ആരെ കാണിക്കേണ്ട ഒരാവശ്യമില്ല. നമുക്ക് സിമ്പിളായി മാറാനുള്ള